കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നതുമില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകുന്ന പ്രത്യാശ അതൊരിക്കലും നമ്മെ നിരാശപ്പെടുത്തുകയില്ല. ആ പ്രത്യാശ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അത് ആത്മാവിൻ്റെ നങ്കൂരമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശയെ, അതിൻ്റെ ശോഭയെ കെടുത്താൻ കഷ്ടങ്ങൾക്ക് കഴിയില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാര്? പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ദൈവത്തിൻ്റെ സ്നേഹം ദൈവം നമ്മുടെ ഹൃദയത്തിൽ പകർന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനാൽ അത് ഹൃദയങ്ങളിൽ പകരപ്പെട്ടിരിക്കുകയാണ്. ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നു പകൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതയുടെ നടുവിൽ ദൈവം നമുക്ക് നൽകിയ പ്രത്യാശയുടെ വചനങ്ങൾ കഷ്ടത കൊണ്ട് മങ്ങിപ്പോകത്തില്ല. കഷ്ടതയുടെ ആധിക്യം കൊണ്ട് പ്രത്യാശയുടെ ശോഭ കുറഞ്ഞു പോകത്തില്ല. പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഷ്ടതയ്ക്ക് കഴിയില്ല, പട്ടിണിക്ക് കഴിയില്ല, നഗ്നതയ്ക്ക്, ആപത്തിന്, വാളിന് ഒന്നും കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെന്താണ് നമ്മുടെ പ്രത്യാശ? ഈ കഷ്ടത എനിക്ക് സഹിഷ്ണുത നൽകിത്തരും. ഈ സഹിഷ്ണുത എന്നെ സിദ്ധനാക്കും. ഈ സിദ്ധതയ്ക്കും അപ്പുറം ദൈവം എനിക്ക് തരാൻ പോകുന്നതാണ് എനിക്ക് ദൈവം നൽകിയ പ്രത്യാശ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ജീവകിരീടം പ്രാപിക്കും. കഷ്ടങ്ങളിൽ നാം പ്രശംസിക്കാനുള്ള കാരണം നമ്മിൽ വെളിപ്പെടുവാനിരിക്കുന്ന തേജസ് വിചാരിക്കുമ്പോൾ ഈ കഷ്ടങ്ങളൊക്കെ സാരമില്ല എന്നെണ്ണുകയാണ്. പ്രിയപ്പെട്ടവരെ, കഷ്ടത കൊണ്ട് അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. കഷ്ടതയിൽ നിങ്ങൾ തെളിഞ്ഞു വരും. കഷ്ടതയിൽ നിങ്ങൾ കൊള്ളാകുന്നവരായി തെളിഞ്ഞു വരും. നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. നിങ്ങളുടെ സഹന ശക്തി വർദ്ധിക്കാൻ പോവുകയാണ്. നിങ്ങൾ കുറച്ചുകൂടി ക്ഷമയുള്ളവരാകും. ക്ഷമ എന്ന് പറയുന്നത് വലിയ വെളിച്ചമാണ്. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതൊക്കെ ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്, ജഡീകമാണ്. എന്നാൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു എങ്കിൽ നിങ്ങൾ ശക്തരാണ്. മൗനം പാലിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ നിങ്ങൾ ശക്തരാണ്. കഷ്ടതയുടെ നടുവിലും തകർന്നു പോകാതെ മുൻപോട്ട് ചലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശക്തരാണ്. പ്രിയപ്പെട്ടവരെ, കഷ്ടങ്ങളിൽ നാം പ്രശംസിക്കാനുള്ള കാരണം കഷ്ടതയ്ക്കും അപ്പുറം ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവ തേജസ്സാണ്. തേജസ് മുൻപിലുണ്ട്. അത് നമ്മുടെ പ്രത്യാശയാണ്. അത് നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരമാണ്. ദൈവം നിങ്ങളെ തേജസ്കരിക്കാൻ പോവുകയാണ്. ഇന്നത്തെ കഷ്ടങ്ങൾ, ഇന്നത്തെ വേദനകളെ ഓർത്തൊന്നും ഭാരപ്പെടണ്ട. ഇതിനപ്പുറം ഒരു തേജസ്കരണമുണ്ട്. വിശ്വാസത്തോടെ ചുവടുകൾ വയ്ക്കാം. പ്രത്യാശയോടെ ചുവടുകൾ വയ്ക്കാം. നിന്നെ തകർക്കുവാനല്ല, നിന്നെ മുടിക്കുവാനല്ല, നിന്നെ പൊന്നാക്കുവാൻ, ശോഭ കൂട്ടുവാൻ ഇന്ന് പകൽ ദൈവം അനുവദിക്കുന്നതാണ് ഈ കഷ്ടത.
സന്തോഷത്തോടെ കഷ്ടങ്ങളിൽ പ്രശംസിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.